ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഫസ്റ്റ് ഇയറിലെ കെമിസ്ട്രിയിലെ രണ്ടാമത്തെ പാഠഭാഗമായ സ്ട്രക്ചർ ഓഫ് ആറ്റം അല്ലെങ്കിൽ അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഏരിയയാണ്. അതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തിയറിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്നും പറയാം. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ രണ്ട് ക്യാരക്ടറുകളെ കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ആദ്യം തന്നെ പഠിക്കാനുള്ളത്. അവരുടെ വേവ് ലൈക്ക് ക്യാരക്ടറും അതുപോലെ തന്നെ പാർട്ടിക്കിൾ ക്യാരക്ടറും. ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകാം, എന്താണ് അതെന്ന് പറയുന്നതിന് മുമ്പിട്ട് ജസ്റ്റ് ഒരു ഹെഡിങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആദ്യം എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ പ്രോപ്പർട്ടികൾ, അവരുടെ പ്രത്യേകതകൾ, സവിശേഷതകളൊക്കെ മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് നമുക്ക് വേവ് മോഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതൊന്ന് മനസ്സിലാക്കണം. ഇതൊക്കെയാണ് നമ്മൾ ആദ്യം തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിൽ ചെയ്യുന്നത്. പിന്നെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, ഇതൊക്കെയാണ് നമ്മുടെ ഡിസ്കഷൻ ഏരിയയിൽ വരുന്നത്. അതിനുശേഷം നമ്മൾ ഈ വേവ് ലൈക്ക് ക്യാരക്ടർ, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ വേവ് ലൈക്ക് ക്യാരക്ടർ സംസാരിച്ചതിന് ശേഷം നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ പാർട്ടിക്കിൾ ക്യാരക്ടറിലേക്ക് പോകും. പാർട്ടിക്കിൾ ക്യാരക്ടറിന് എക്സാമ്പിളായിട്ട് NCERT ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ഈ വർഷം 2 ഉദാഹരണങ്ങളാണ് പഠിക്കാനുള്ളത്. ഒരു ബ്ലാക്ക് ബോഡി റേഡിയേഷനും അതുപോലെ തന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും. നമുക്ക് ആ ഡിസ്കഷനിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ആദ്യമേ മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, അതിന്റെ ഡെഫിനിഷൻ, അതിന്റെ പ്രോപ്പർട്ടി, പിന്നെ അതിന്റെ വേവ് മോഷനുമായിട്ട് ബന്ധപ്പെട്ട ചില ക്യാരക്ടറിസ്റ്റിക്സ് പാരാമീറ്റേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് ആ ക്ലാസ്സിലേക്ക് പോവാം. വി ആർ ഡിസ്കസിങ് അബൌട്ട് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, ദാറ്റ് ഈസ് വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്നും പറയാം. അപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അഥവാ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ വേവ് നേച്ചർ പറയുന്നതിന് മുമ്പിട്ട് തന്നെ എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് സംസാരിക്കാൻ പോവാണ്. ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ നമ്മൾ ഷോർട്ടായിട്ട് EMR ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്നും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഷോർട്ട് ഹാൻഡ് റെപ്രസെന്റേഷൻ, EMR. അപ്പൊ നമ്മൾ ഇനി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് വിശദീകരിച്ച് എഴുതുന്നതിന് പകരമായിട്ട് നമ്മൾ EMR എന്ന് കൊടുക്കുന്നു. അപ്പൊ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഞാനൊരു ഉദാഹരണമായിട്ട് എടുക്കുന്നു. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ചാർജ്ഡ് ബോഡി. ഇപ്പൊ ഇലക്ട്രോൺ ഒരു ചാർജ്ഡ് ബോഡിയാണ്. കാരണം നമുക്കറിയാം ആറ്റത്തിനകത്ത് ഇലക്ട്രോൺ ഉണ്ട്. ഇലക്ട്രോണിന് മൈനസ് ചാർജ് ആണ്, നെഗറ്റീവ് ചാർജ് ആണെന്ന് നമുക്കറിയാം. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ എടുക്കുന്നു ഇലക്ട്രോണിനെ പോലെ. ഇപ്പൊ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ ചാർജ് ഉള്ള ഏതെങ്കിലും ഒരു ബോഡി അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ എടുക്കുന്നു. അപ്പൊ ഏത് പാർട്ടിക്കിൾ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഒരു ചാർജ്ഡ് ബോഡി മുമ്പോട്ട് മൂവ് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണത്തിന് X എന്ന് പറഞ്ഞ ചാർജ്ഡ് ബോഡി മുമ്പോട്ട് ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്യുന്നു. നമുക്കറിയാം ആക്സിലറേഷനും വെലോസിറ്റിയും ഒക്കെ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ടേംസ് ആണ് നമ്മൾ ഫിസിക്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ചാർജ്ഡ് ബോഡി മുമ്പോട്ട് ആക്സിലറേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ മുമ്പോട്ട് ഒരു മോഷൻ നടത്തുകയാണ്, മുമ്പോട്ട് ചലിച്ചിങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അപ്പൊ മനസ്സിലാക്കാം, ഒരു ചാർജ്ഡ് ബോഡി ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ ഈ ചാർജ്ഡ് ബോഡി അല്ലെങ്കിൽ ഈ ചാർജ്ഡ് പാർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 2 കമ്പോണന്റുകൾ അല്ലെങ്കിൽ 2 ഫീൽഡുകളാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ മനസ്സിലാക്കണം, നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ ഡിസ്കഷനിൽ മനസ്സിലാക്കേണ്ടത്, വെൻ എ ചാർജ്ഡ് ബോഡി മൂവ്സ് അണ്ടർ ആക്സിലറേഷൻ, അതായത് ഒരു ചാർജ് ഉള്ള ഒരു ബോഡി ഇലക്ട്രോണിനെ പോലെയോ അല്ലെങ്കിൽ പ്രോട്ടോണിനെ പോലെയോ ഒക്കെ ചാർജ് ഉള്ള ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ചാർജ്ഡ് ബോഡി മൂവ്സ് അണ്ടർ ആക്സിലറേഷൻ. അവിടെ അങ്ങനെ ചാർജ്ഡ് ബോഡി മൂവ് ചെയ്യുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 2 ഫീൽഡുകൾ നിലനിൽപ്പുണ്ട്. അപ്പൊ ഈ ചാർജ്ഡ് പാർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ട് 2 ഫീൽഡുകളാണ്. അപ്പൊ അതിൽ ഒരു ഫീൽഡാണ് ഇലക്ട്രിക് ഫീൽഡ്, രണ്ടാമത്തെ ഫീൽഡാണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ മനസ്സിലാക്കണം, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഈ ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കിളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. അപ്പം when a charged particle moves under acceleration, alternating electric and magnetic fields are produced and are transmitted in the form of waves. അപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുക മാത്രമല്ല, അവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് in the form of waves. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പം മനസ്സിലാക്കണം, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള തിയറിയാണ് പറയുന്നത്, ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് അണ്ടർ ആക്സിലറേഷൻ, മുമ്പോട്ട് മൂവ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 2 ഫീൽഡുകൾ നമുക്ക് പറയാൻ പറ്റും. ഫസ്റ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാം
രണ്ടാമത്തെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഇങ്ങനെ രണ്ട് ഫീൽഡുകളുടെ കാര്യം നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പൊ മനസ്സിലാക്കണം, when a charged body moves under acceleration, alternating electric and magnetic fields are produced. ഓൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള ഒന്നിടവിട്ടുള്ള അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ആർ ട്രാൻസ്മിറ്റഡ്, അവർ പുറത്തോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഉണ്ടായതിനു ശേഷം ട്രാൻസ്മിറ്റ് ചെയ്യുന്നു ഇൻ ദ ഫോം ഓഫ് വേവ്സ്. വേവിന്റെ രൂപത്തിൽ, തരംഗങ്ങളായിട്ട് അല്ലെങ്കിൽ വേവ് ലൈക്ക് മോഷനാണ് അവർ എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇൻ ദ ഫോം ഓഫ് വേവ്സ്, അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ വേവ്സിനെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഷോർട്ട് ഹാൻഡ് റെപ്രസെന്റേഷൻ EMR എന്ന് പറയും. അപ്പൊ മനസ്സിലാക്കണം, വാട്ട് ആർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് ചോദിച്ചാൽ when a charged particle moves under acceleration, alternating electric and magnetic fields are produced and are transmitted in the form of waves. They are called electromagnetic radiation or electromagnetic waves എന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് ഉദാഹരണങ്ങൾ ഇഷ്ടംപോലെ നമുക്ക് അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. എക്സ്റേ, അതുപോലെ തന്നെ ഗാമ റൈസ്, റേഡിയോ വേവ്സ്, അങ്ങനെ അൾട്രാവയലറ്റ് റേഡിയേഷൻസ്, ഇൻഫ്രാറെഡ് റേഡിയേഷൻസ്, നമ്മൾ കാണുന്ന വിസിബിൾ ലൈറ്റ്, ഇതൊക്കെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഉത്തമമായിട്ടുള്ള എക്സാമ്പിൾസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കിയത് വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. രണ്ടാമത് ഞാൻ പറഞ്ഞത് വാട്ട് ആർ ദ എക്സാമ്പിൾസ്, കോമൺ എക്സാമ്പിൾസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. കോസ്മിക് റൈസ്, എക്സ് റൈസ്, അൾട്രാവയലറ്റ്, ഇൻഫ്രാറെഡ്, വിസിബിൾ റൈസ്, ഇഷ്ടംപോലെ നമുക്ക് എക്സാമ്പിൾസ് പറയാൻ പറ്റും. നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്. അതിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ കേസുകളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. സോ വി ആർ കവറിംഗ് ദ ടോപ്പിക് ദ ഡെഫിനിഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. Then we are moving to another topic, that is what are the properties of electromagnetic radiation. എന്തൊക്കെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ പ്രോപ്പർട്ടി എന്നുള്ളതാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്താൽ, നമ്മൾ ഈ പേരിൽ തന്നെയുണ്ട്, അവരെ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്നാണ് പറയുന്നത്. സോ നമ്മൾ മനസ്സിലാക്കണം വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അതിൽ ആദ്യത്തെ പ്രോപ്പർട്ടി ഇങ്ങനെ പറയുന്നു, they are associated with both electric and magnetic field. അപ്പൊ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് മനസ്സിലാക്കാം, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി ഇതാണ്, they are associated with both electric and magnetic field. അവര് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അടുത്തത് മനസ്സിലാക്കണം, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം ഓർഡിനറി ലൈറ്റ്, നമ്മൾ കാണുന്ന ദൃശ്യപ്രകാശം എന്ന് പറയുന്നത്, നോർമൽ ലൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. നോർമൽ ലൈറ്റിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് മനസ്സിലാക്കണം, നമ്മൾ നോർമലി V എന്ന് പറഞ്ഞോ U എന്നൊക്കെ പറഞ്ഞാണ് വെലോസിറ്റിയെ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. ഇവിടെ നമ്മളൊരു പുതിയ കാര്യം മനസ്സിലാക്കണം, ലൈറ്റിന്റെ വെലോസിറ്റിയെ നമ്മൾ C എന്ന് പറഞ്ഞ ലെറ്റർ ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ലൈറ്റിന്റെ വെലോസിറ്റി വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്സിലൊക്കെ ഡീൽ ചെയ്യുന്നതാണ്, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് നോർമലി ലൈറ്റിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പം നോർമലി ലൈറ്റിന്റെ വെലോസിറ്റി നമുക്കറിയാം. അപ്പം ലൈറ്റ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആയിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. വിസിബിൾ ലൈറ്റിനെ നമ്മൾ അങ്ങനെ എടുത്തിരിക്കുന്നു. അതിന്റെ വെലോസിറ്റിയെ നമ്മൾ C എന്ന് പറഞ്ഞ ലെറ്റർ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി C നിങ്ങൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും കാണുമ്പോൾ മനസ്സിലാക്കണം, ഇറ്റ് ഈസ് ദ റെപ്രസെന്റേഷൻ ഓഫ് വെലോസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറയാം. ഇറ്റ്സ് വാല്യൂ ഈസ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ലൈറ്റിന്റെ വെലോസിറ്റി 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ നമുക്കൊന്ന് നോക്കാം, നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുകളെ മനസ്സിലാക്കുമ്പോൾ അതിന്റെ രണ്ടാമത്തെ ഒരു പ്രോപ്പർട്ടി ഇങ്ങനെയാണ് പറയുന്നത്, ദേ ട്രാവൽ വിത്ത് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. അതായത് ലൈറ്റിന്റെ അതേ വെലോസിറ്റി, അതേ പ്രവേഗത്തിൽ തന്നെ, അല്ലെങ്കിൽ ലൈറ്റിന്റെ ഓർഡിനറി ലൈറ്റിന്റെ അതേ വെലോസിറ്റിയിൽ തന്നെയാണ് എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനും സഞ്ചരിച്ച് മുമ്പോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഈ വാല്യൂ എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ നമുക്ക് അടിവരെ ഇട്ടൊരു പോയിന്റ് മനസ്സിലാക്കാം, all the electromagnetic radiation travel with the velocity of light. അപ്പൊ നമ്മൾ രണ്ട് പോയിന്റുകൾ മനസ്സിലാക്കി. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുകൾക്ക് രണ്ട് ഫീൽഡുമായിട്ട് ബന്ധമുണ്ട്, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ബന്ധമുണ്ട്. അതുപോലെ എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, നമ്മൾ ഉദാഹരണങ്ങൾ പറഞ്ഞ എക്സ്റേ, അൾട്രാവയലറ്റ്, ഇൻഫ്രാറെഡ്, അപ്പൊ ഇങ്ങനെയുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ വെലോസിറ്റി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ദേ ട്രാവൽ വിത്ത് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെ നമുക്കത് മനസ്സിലാക്കാം. ഇത് നമുക്ക് മൂന്നാമത് മറ്റൊരു കേസ്, they travel through vacuum എന്നാണ് പറയുന്നത്.
അപ്പൊ നമുക്ക് ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ പ്രത്യേകിച്ച് സഞ്ചരിച്ച് മുമ്പോട്ട് പോകാൻ മീഡിയത്തിന്റെ ആവശ്യമൊന്നുമില്ല, പ്രത്യേകിച്ച് മാധ്യമങ്ങളൊന്നും ആവശ്യമില്ല. നമുക്കറിയാം ഇപ്പം ഞാൻ സംസാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ സൗണ്ട് എന്ന് പറഞ്ഞ സൗണ്ട് വേവ്സ് നമ്മൾ എടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക മീഡിയം, ഇപ്പം എയർ ഒരു മീഡിയമാണ്, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് വെളിയിൽ കേൾക്കുന്നത് എയർ എന്ന് പറഞ്ഞ മീഡിയത്തിലൂടെയാണ് ആ വേവ്സ് അല്ലെ സൗണ്ട് വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ സൗണ്ടിന് എന്തായാലും സഞ്ചരിക്കുന്ന ഒരു മീഡിയം ആവശ്യമാണ്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കണം, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന് സഞ്ചരിക്കാൻ മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ മീഡിയത്തിന്റെ ആവശ്യം ഇല്ല. They require no medium for their transmission. അപ്പൊ അതാണ് മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന് സഞ്ചരിച്ച് മുമ്പോട്ട് പോകാൻ മീഡിയത്തിന്റെ ആവശ്യമില്ല. They require no medium for their transmission. അതുപോലെ തന്നെ നമുക്ക് അതിനെ അനുബന്ധിച്ച് മറ്റൊരു പോയിന്റിലേക്ക് പറയാം. നമുക്കറിയാം ശൂന്യത എന്ന് പറഞ്ഞ സിറ്റുവേഷൻ, അതാണ് വാക്വം എന്ന് പറയുന്നത്. വാക്വം, VACUM, വാക്വം എന്ന് പറയുന്നത്. അപ്പൊ ഈ വാക്വം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ശൂന്യത എന്ന് പറയുന്നു. അപ്പൊ ഒന്നുമില്ലാത്ത അവസ്ഥ, എയറോ വാട്ടറോ ഒരു മൈക്രോ ഓർഗാനിസം പോലും ഇല്ലാത്ത അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത വളരെ ശൂന്യമായ അവസ്ഥയാണ് നമ്മൾ ഇംഗ്ലീഷിൽ വാക്വം എന്ന് പറയുന്നത്. അപ്പൊ ഈ വാക്വത്തിലൂടെ വേണമെങ്കിലും ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ സഞ്ചരിച്ച് മുമ്പോട്ട് പോകും. അതിന്റെ അർത്ഥം ദേ ട്രാവൽ ത്രൂ വാക്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അർത്ഥമാക്കേണ്ടത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന് സഞ്ചരിച്ച് അല്ലെങ്കിൽ ട്രാവൽ ചെയ്ത് മുമ്പോട്ട് പോകാൻ പ്രത്യേകിച്ച് ഒരു മീഡിയത്തിന്റെ ആവശ്യമില്ല. വിത്തൗട്ട് എനി മീഡിയം ദേ ട്രാവൽ ഈസിലി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ദീസ് ആർ ദ മെയിൻ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ മനസ്സിലാക്കി എന്താണ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കണം, ഒരു സയന്റിസ്റ്റിന്റെ പേരോടെ നമ്മൾ മനസ്സിലാക്കണം. ജെയിംസ് മാക്സ്വെൽ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഇത്രയും കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മാക്സ്വെല്ലിന്റെ അഭിപ്രായമാണ് ഞാൻ എന്റെ ഭാഷയിൽ നിങ്ങളോട് സംസാരിച്ചത്. അപ്പൊ ജെയിംസ് മാക്സ്വെൽ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്നുകൂടെ പറയാം, അക്കോർഡിംഗ് ടു മാക്സ്വെൽ, when a charged particle moves under acceleration, alternating electric and magnetic fields are produced and they are transmitted in the form of waves. They are called electromagnetic radiation or electromagnetic waves. And what are the important properties of electromagnetic radiation or waves എന്ന് ചോദിച്ചാൽ, they are associated with both electric and magnetic field. They require no medium for their transmission. They travel with the velocity of light, that is 3 × 10⁸ meter per second. They travel through vacuum. അപ്പം അവര് വാക്വത്തിലൂടെ സഞ്ചരിച്ചു പോകുന്നു. ഇത്രയൊക്കെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രിലിമിനറി നോളജ് നമുക്ക് ആവശ്യം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ടേം റിലേറ്റഡ് ടു വേവ് മോഷൻ. വേവ് മോഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ടേമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്നാണ് നമ്മൾ ഇവിടെ അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകുന്നത്. അതിനു മുമ്പിട്ട് ഒരു ചെറിയ കാര്യം കൂടെ സാർ പറഞ്ഞുതരാം. മനസ്സിലാക്കേണ്ട ഒരു വളരെ വ്യക്തമായിട്ടുള്ള കാര്യം, ഇതിന്റെ ഡിറക്ഷൻ, അതായത് ഒരു വേവ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഒക്കെ ദിശ അല്ലെങ്കിൽ ഡിറക്ഷൻ എവിടെയാണ്, എങ്ങനെയാണ് വരുന്നതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. അതൊരു വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. നമുക്ക് അതിലേക്കൊന്നും മനസ്സിലാക്കാം. അതൊന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഈ വേവ് മോഷനുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സുകളെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മളിവിടെ അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. വേവിന്റെ അല്ലെങ്കിൽ റേഡിയേഷന്റെ ദിശ, അത് പ്രൊപ്പഗേറ്റ് ചെയ്തു പോകുന്ന ദിശ, അതിനനുസൃതമായിട്ട് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഡയറക്ഷൻ നമുക്ക് എങ്ങനെ പറയാം. അപ്പൊ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. നമ്മൾ 3 ആക്സിസുകൾ എടുക്കുന്നു, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്. നിങ്ങൾക്കറിയാം എക്സ് ആക്സിസും വൈ ആക്സിസും ഇസഡ് ആക്സിസും തമ്മിലുള്ള ആംഗിൾ ഓഫ് സെപ്പറേഷൻ, അവർ തമ്മിലുള്ള കോണളവ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രിയിലാണ് അവരുടെ ആംഗിൾ ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ മ്യൂച്വലി പെർപെൻഡിക്കുലർ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ മനസ്സിലാക്കണം, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ആംഗിൾ ഓഫ് സെപ്പറേഷൻ റൈറ്റ് ആംഗിൾ ആയിട്ടുള്ള ഒരു കേസാണ് അവിടെ വരുന്നത്. അപ്പൊ മനസ്സിലാക്കാം, ഇവിടെ പഠിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, ഒരു വേവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതുകൊണ്ട് അതിന് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയാം. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഇലക്ട്രിക് കമ്പോണന്റും അല്ലെങ്കിൽ ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് കമ്പോണന്റ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ്, ഈ 2 കമ്പോണന്റുകൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അവരുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇലക്ട്രിക് കമ്പോണന്റും മാഗ്നറ്റിക് കമ്പോണന്റും ആ വേവിന്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ ചുരുക്കം പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തുള്ള ഇലക്ട്രിക് കമ്പോണന്റ്, മാഗ്നറ്റിക് കമ്പോണന്റ്, പിന്നെ ആ വേവിന്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ, ഈ 3 കാര്യങ്ങളും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ മനസ്സിലാക്കണം, ഞാൻ ഒരു ഡയഗ്രാം, ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഞാൻ നിങ്ങളെ കാണിക്കുന്നു. ഇത് വൈ ആക്സിസ്, ഇത് ഇസഡ് ആക്സിസ്, ഇത് അങ്ങോട്ട് റൈറ്റ് ഡയറക്ഷനിൽ എക്സ് ആക്സിസും കാണിച്ചിരിക്കുന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വേവ് എക്സ് ഡയറക്ഷനിലൂടെ മനസ്സിലാക്കണം, എക്സ് ആക്സിസിന്റെ അതേ ഡിറക്ഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദാറ്റ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. വേവ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ സഞ്ചരിച്ചു പോകുന്നത് സപ്പോസ് എക്സ് ഡയറക്ഷനിലാന്നിരിക്കട്ടെ. അപ്പൊ ആ ഡയറക്ഷനിൽ മനസ്സിലാക്കേണ്ടത് ഇലക്ട്രിക് കമ്പോണന്റും മാഗ്നറ്റിക് കമ്പോണന്റും കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കണം.
ഈ ഇലക്ട്രിക് കമ്പോണന്റ് അപ്പം വൈ ഡയറക്ഷനിൽ ആ ഒരു ഡയറക്ഷനിലായിരിക്കും അതിന്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അതുപോലെ മാഗ്നറ്റിക് കമ്പോണന്റ് അപ്പൊ ഇസഡ് ഡയറക്ഷനിലായിരിക്കും പ്രൊപ്പഗേറ്റ് ചെയ്തു പോകുന്നത്. അപ്പൊ മനസ്സിലാക്കണം, ഇലക്ട്രിക് കമ്പോണന്റ് വൈ ആക്സിസിന് പാരലായിട്ട് പോകുന്നു, മാഗ്നറ്റിക് കമ്പോണന്റ് ഇസഡ് ആക്സിസിന് പാരലായിട്ട് പോകുന്നു, എക്സ് ആക്സിസിലൂടെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് വേവ് നമുക്ക് കാണിക്കാം. അപ്പൊ മനസ്സിലാക്കണം, മാഗ്നറ്റിക് കമ്പോണന്റും ഇലക്ട്രിക് കമ്പോണന്റും തമ്മിലുള്ള ആംഗിൾ ഓഫ് സെപ്പറേഷൻ 90 ഡിഗ്രിയാണ്. ഈ രണ്ട് കമ്പോണന്റുകളും ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവിന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ മനസ്സിലാക്കാം, ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് ഈസ് അലോങ് ദ എക്സ് ആക്സിസ് and electric component is parallel to the y-axis and magnetic component is parallel to the z-axis, so they are mutually perpendicular to each other. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ mutually perpendicular ആണ്. അപ്പോൾ ഇലക്ട്രിക് കമ്പോണന്റും മാഗ്നറ്റിക് കമ്പോണന്റും അല്ലെങ്കിൽ ഫീൽഡുകൾ തമ്മിൽ ആംഗിൾ ഓഫ് സെപ്പറേഷൻ 90 ഡിഗ്രിയാണ്. ഈ രണ്ട് കാര്യങ്ങളും ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവിന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ മനസ്സിലാക്കണം, ദാറ്റ്സ് ഓൾ അബൌട്ട് ദ കേസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനും അതിന്റെ ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ സംസാരിച്ചത്. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വേവ് മോഷനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് വേവ് മോഷനുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള ടേംസുകളാണ്. അതിൽ കുറെ ഉണ്ട്. അതിൽ നമുക്ക് ആവശ്യം കെമിസ്ട്രിയിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു 3 പാരാമീറ്റേഴ്സ് ആണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. സോ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ്. നമ്മൾ ചെറിയ ബേസിക് ക്ലാസ്സുകളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു വേവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പ്രൊനൗൺസ് ചെയ്യുന്ന 3 വാക്കുകളാണ് വേവ് ലെങ്ത്, ഫ്രീക്വൻസി, വേവ് നമ്പർ. പിന്നെ ആംപ്ലിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ അതിന്റെ വെലോസിറ്റിയുടെ കാര്യങ്ങളും എനർജിയുടെ കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അതൊക്കെ നമുക്ക് ഓരോ ടേംസ് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഓരോ കണ്ടീഷൻസ് പറയുമ്പോൾ അത് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. പ്രധാനമായിട്ട് ഇവിടെ 3 കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വേവ് ലെങ്ത് എന്താണ്, അതിന്റെ യൂണിറ്റ് മനസ്സിലാക്കുക, ഫ്രീക്വൻസി മനസ്സിലാക്കുക, അതുപോലെ തന്നെ വേവ് നമ്പർ അതിന്റെ ഡെഫിനിഷനും അതിന്റെ യൂണിറ്റുകളും മനസ്സിലാക്കുക. ഇതാണ് നമുക്ക് പ്രോബ്ലങ്ങളൊക്കെ ചെയ്യാൻ ഈ ചാപ്റ്ററിൽ നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലാക്കണം. അപ്പോൾ മനസ്സിലാക്കുക. അതിനകത്ത് ആദ്യത്തെ ടേമാണ് നമുക്ക് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാനായിട്ട് ഞാൻ ബോർഡിൽ ഒരു വേവിന്റെ ഓൾമോസ്റ്റ് രൂപം കാണിച്ചിട്ടുണ്ട്. നമുക്കറിയാം വേവ് ലൈക്ക് ക്യാരക്ടർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും അപ്വേർഡ് ഡയറക്ഷനിലുള്ള കർവിനെ നമ്മൾ ക്രസ്റ്റ് എന്ന് വിളിക്കും, ഡൗൺവേർഡ് ഡയറക്ഷനിലുള്ള കർവിനെ നമ്മൾ ട്രഫ് എന്ന് വിളിക്കും. അപ്പൊ ക്രസ്റ്റും ട്രഫും, ഒരു ക്രസ്റ്റും ഒരു ട്രഫും അത് ചേരുന്നതാണ് ഒരു കംപ്ലീറ്റ് വേവ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനിപ്പോ ഇവിടെ എ എന്ന് മാർക്ക് ചെയ്യുന്നു, ഇവിടെ ബി എന്ന് മാർക്ക് ചെയ്യുന്നു. എ മുതൽ ബി, എ മുതൽ ഈ ഒരു ഡയറക്ഷനിൽ അപ്വേർഡ് ഡയറക്ഷനിൽ ക്രസ്റ്റ് കാണിച്ചിരിക്കുന്നു, ബാക്കി ട്രഫിനെ കാണിച്ചിരിക്കുന്നു. അപ്പൊ എ മുതൽ ബി വരെയുള്ള ആ ഒരു ഭാഗത്തുള്ള വേവിന്റെ കമ്പോണന്റുകൾ അതാണ് ഒരു കംപ്ലീറ്റ് ഒരു കംപ്ലീറ്റ് വേവ്. ഒരു കംപ്ലീറ്റ് വേവ് എന്ന് പറഞ്ഞാൽ ഒരു ക്രസ്റ്റ് ഒരു ട്രഫും ചേരുന്നതാണ് ഒരു കംപ്ലീറ്റ് വേവ്. ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ് വേവ് ലെങ്ത് ആണ് പഠിക്കാൻ വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ള ആദ്യത്തെ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ആണ്. ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കൺസെപ്റ്റ് ആണ്. നമ്മൾ ഗ്രീക്ക് അക്ഷരമാലയിൽ ലാംഡ എന്ന് പറഞ്ഞ ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് വേവ് ലെങ്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ലാംഡയെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ലാംഡ ഇത് ഗ്രീക്ക് ആൽഫബറ്റിലെ റെപ്രസെന്റേഷൻ ആണ്. ഇതിനെ വായിക്കുന്നത് ലാംഡ എന്നാണ്. അപ്പൊ വേവ് ലെങ്ത് നമുക്കറിയാം, ഫിസിക്സിലൊക്കെ നമ്മൾ കുറച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഏറ്റവും അഡ്ജസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന 2 ക്രസ്റ്റുകൾ അല്ലെങ്കിൽ ട്രഫുകൾ. അപ്പൊ നോക്കേ, ഇവിടെ ഇപ്പൊ ഞാൻ ഒരു ക്രസ്റ്റ് ഇവിടെ എടുക്കുന്നു, മാർക്ക് ചെയ്തു, എക്സ് മാർക്ക് ചെയ്തു, അടുത്തത് 2 എക്സ് മാർക്ക് ചെയ്തു. 2 അടുത്തടുത്തിരിക്കുന്ന 2 ക്രസ്റ്റുകൾ, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അത് തമ്മിലുള്ള അകലത്തെ, ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ലാംഡ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ട്രഫുകൾ എടുത്താലും മതി, അടുത്തടുത്തുള്ള 2 ട്രഫുകൾ, ദാണ്ട് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന 2 ട്രഫുകൾ, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് ലാംഡ എന്ന് പറയാം. സോ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, വേവ് ലെങ്ത് ഈസ് എ ഡിസ്റ്റൻസ്, ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 adjacent crust or trough. അടുത്തടുത്തുള്ള 2 ക്രസ്റ്റുകളോ 2 ട്രഫുകളോ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷനെയാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. സിസ്റ്റം ഇന്റർനാഷണൽ യൂണിറ്റ് അനുസരിച്ച് നോർമലി വേവ് ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പൊ നമ്മുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് മീറ്റർ ആണ്. പക്ഷെ പ്രാക്ടിക്കൽ പർപ്പസിന് ഈ മീറ്റർ വലിയൊരു അളവായതുകൊണ്ട് പ്രാക്ടിക്കൽ പർപ്പസിന് നമ്മൾ വേവ് ലെങ്തിന്റെ യൂണിറ്റ് പ്രധാനമായിട്ടും 3 യൂണിറ്റുകളാണ് പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ മനസ്സിലാക്കണം, വാട്ട് ഡു യു മീൻ ബൈ വേവ് ലെങ്ത്? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 adjacent crust or ട്രഫ്. ഒന്നുകിൽ അടുത്തടുത്തുള്ള 2 ക്രസ്റ്റുകൾ അല്ലെങ്കിൽ ട്രഫുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അതിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് മീറ്റർ ആണ്. നമുക്ക് മനസ്സിലാക്കാം, വേറെ 3 യൂണിറ്റുകളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. വേവ് ലെങ്തിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള യൂണിറ്റുകൾ നമ്മൾ 3 പറയുന്നു. ഒന്നാമത്തത് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നാനോമീറ്ററിൽ വേവ് ലെങ്ത് പറയാറുണ്ട്. അപ്പം
1 നാനോമീറ്റർ. nm എന്ന് പറഞ്ഞാൽ നാനോമീറ്റർ എന്ന് വായിക്കാം, നാനോമീറ്റർ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ 10⁻⁻⁹ മീറ്റർ. ഇതിലേക്ക് നമ്മൾ കൺവേർഷൻ ഫാക്ടർ ആണ്. 1 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻⁹ മീറ്റർ ആണ്. അതുപോലെ തന്നെ മറ്റൊരു യൂണിറ്റ് ആണ് 1 ആങ്സ്ട്രം എന്ന് പറയുന്നത്. ആങ്സ്ട്രം, എ ഇട്ട് മേളിൽ ഒരു 0 കൊടുക്കുക. ഇതിനെ നമ്മൾ വായിക്കുന്നത് ആങ്സ്ട്രം എന്നാണ്. അപ്പൊ 1 ആങ്സ്ട്രം എന്ന് പറഞ്ഞാൽ, ആങ്സ്ട്രം ലെങ്തിന്റെ ഒരു ചെറിയ യൂണിറ്റ് ആണ്. 1 ആങ്സ്ട്രം എന്ന് പറയുന്നത് 10⁻⁻10 മീറ്റർ ആണ്. അപ്പൊ മീറ്ററും ആങ്സ്ട്രവും തമ്മിലുള്ള കണക്ഷൻ മനസ്സിലാക്കാം. ഇതൊക്കെ നമുക്ക് പ്രോബ്ലങ്ങളിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഡേറ്റാസ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു യൂണിറ്റ് ആണ് പൈക്കോമീറ്റർ. അതിനെ നമ്മൾ PM എന്ന് എടുക്കുന്നു, പൈക്കോമീറ്റർ എന്ന് പറയുന്നു. അപ്പൊ ഈ പൈക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ 1 പൈക്കോമീറ്റർ ഈക്വൽ ടു 10⁻⁻12 മീറ്റർ. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട 3 യൂണിറ്റുകളാണ് ഈ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് വേവ് ലെങ്തിനെ നാനോമീറ്ററിൽ പറയാം, അതുപോലെ തന്നെ ആങ്സ്ട്രത്തിൽ പറയാം, അതുപോലെ തന്നെ PM പൈക്കോമീറ്റർ, PICO പൈക്കോമീറ്റർ, പൈക്കോമീറ്ററിൽ പറയാം. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കൺവേർഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. 1 നാനോമീറ്റർ ഈക്വൽ ടു 10⁻⁻9 മീറ്റർ, 1 ആങ്സ്ട്രം ഈക്വൽ ടു 10⁻⁻10 മീറ്റർ, 1 പൈക്കോമീറ്റർ ഈക്വൽ ടു 10⁻⁻12 മീറ്റർ. അപ്പൊ ഇതിനെ ഈ 3 യൂണിറ്റിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് മനസ്സിലായി. പ്രോബ്ലങ്ങളിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന 3 യൂണിറ്റുകളാണ്. വേവ് ലെങ്തിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് മീറ്റർ ആണ്. പക്ഷെ നമ്മൾ പ്രാക്ടിക്കൽ പർപ്പസിന് ഒന്നുകിൽ നാനോമീറ്റർ, അല്ലെങ്കിൽ ആങ്സ്ട്രം, അല്ലെങ്കിൽ പൈക്കോമീറ്റർ, ഇത് 3 കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ആ യൂണിറ്റുകളുടെ കൺവേർഷൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട പാരാമീറ്റർ ആണ് വേവ് മോഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കേസാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നമുക്ക് അപ്പൊ ആ ഒരു ഡിസ്കഷനിലേക്ക് പോവാം. എന്താണ് ഫ്രീക്വൻസിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കേണ്ടത്? അപ്പൊ രണ്ടാമത്തെ ടേപ്പ് ഞാൻ മനസ്സിലാക്കുന്നു ഫ്രീക്വൻസി. ഈ ഫ്രീക്വൻസി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്രീക്വൻസിയെ നമ്മൾ ഗ്രീക്ക് ആൽഫബറ്റിലെ ന്യൂ എന്ന് പറഞ്ഞ ഒരു റെപ്രസെന്റേഷൻ ആണ്. നമ്മൾ വായിക്കുന്നത് NU എന്നാണ്, ന്യൂ എന്ന് വായിക്കാം. ദാറ്റ് ഈസ് ദ റെപ്രസെന്റേഷൻ. നമ്മൾ ഇംഗ്ലീഷിലെ V പോലെ തോന്നിക്കുന്ന ഒരു റെപ്രസെന്റേഷൻ ആണ്. ഇതിനെ ന്യൂ എന്നാണ് വായിക്കുന്നത്. സോ ന്യൂ ഈസ് ദ റെപ്രസെന്റേഷൻ ഓഫ് ഫ്രീക്വൻസി. അപ്പം ദാറ്റ് ഈസ് ദ റെപ്രസെന്റേഷൻ ഈസ് ലൈക്ക് ദിസ്, ന്യൂ എന്ന് പറയാം. അപ്പൊ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു V പോലെ തോന്നും. അപ്പൊ അതാണ് ഫ്രീക്വൻസിയുടെ റെപ്രസെന്റേഷൻ. ഗ്രീക്ക് ആൽഫബറ്റിലെ ന്യൂ ആണ് അതിന് ഉപയോഗിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. അതായത് ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഫ്രീക്വൻസിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു പോയിന്റ് സങ്കല്പിക്കുകയാണെങ്കിൽ, ഒരു പോയിന്റ് എടുക്കുക. ഈ പോയിന്റിലൂടെ നമ്മൾ സങ്കല്പിക്കുന്ന ഒരു പോയിന്റിലൂടെ 1 സെക്കൻഡിൽ കടന്നു പോകുന്ന വേവുകളുടെ എണ്ണം നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കംപ്ലീറ്റ് വേവ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ക്രസ്റ്റ് ഒരു ട്രഫും ചേരുന്നില്ലേ. അപ്പം ഒരു പോയിന്റിലൂടെ 1 സെക്കൻഡ് സമയത്ത് കടന്നു പോകുന്ന വേവുകളുടെ എണ്ണത്തെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നമ്പർ ഓഫ് വേവ്സ് പാസിംഗ് ത്രൂ എ പോയിന്റ് ഇൻ 1 സെക്കൻഡ്. 1 സെക്കൻഡിൽ ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന, സഞ്ചരിച്ചു പോകുന്ന വേവുകളുടെ എണ്ണം. എത്ര വേവുകൾ കടന്നുപോയി? ഒരു വേവ് എങ്ങനെ എണ്ണുന്നേ? ഒരു ക്രസ്റ്റ് ഒരു ട്രഫും വരുന്നതിനെയാണ് ഒരു ക്രസ്റ്റ്, ഞാൻ പറഞ്ഞില്ല A മുതൽ B വരെ ഒരു ക്രസ്റ്റ് ഒരു ട്രഫും അതിനകത്തുണ്ട്, അതിനെയാണ് ഒരു വേവ് എന്ന് എടുക്കുന്നത്. അപ്പൊ ഒരു പോയിന്റിൽ 1 സെക്കൻഡിലൂടെ കടന്നു പോകുന്ന വേവുകളുടെ എണ്ണത്തെ ദാറ്റ് ഈസ് യു ക്യാൻ കോൾ ഇറ്റ് ആസ് ഫ്രീക്വൻസി. അതിനെയാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പം ആ വേവുകളുടെ എണ്ണം ഒരു സെക്കൻഡിൽ ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന വേവുകളുടെ എണ്ണം ഒത്തിരി കൂടുതലാണെന്ന് ഫ്രീക്വൻസി കൂടുതലാന്ന് പറയും. അങ്ങനെയൊക്കെ നമുക്ക് പറയാം. സോ ഫ്രീക്വൻസി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് വേവ്സ് പാസിംഗ് ത്രൂ എ പോയിന്റ് ഇൻ 1 സെക്കൻഡ്. അപ്പൊ മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ യൂണിറ്റ് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഫ്രീക്വൻസിയുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഹെഡ്സ് ആണ്. ഹെഡ്സ് ആണ്. ഇതിനെ ഷോർട്ടായിട്ട് നമുക്ക് HZ എന്ന് റെപ്രസെന്റ് ചെയ്യാം. HZ ഈസ് ദ യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം പറയാം. ഈ ഹെഡ്സ് എന്ന് പറയുന്നത്, ഹെഡ്സ് എന്നതിന് ഈക്വൽ ആണ് (10⁻⁻1). (10⁻⁻1) പ്രോബ്ലങ്ങളിൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് യൂസ്ഫുൾ ആയിട്ട് ഒരു ഡേറ്റയാണ്. ഹെഡ്സ് ആണ് ഫ്രീക്വൻസിയുടെ യൂണിറ്റ്. അതിനെ നമുക്ക് HZ എന്ന് ഷോർട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. (10⁻⁻1) എന്ന് പറയുന്നതാണ് ഹെഡ്സ് എന്ന് പറയുന്നത്. ഈ (10⁻⁻1) S⁻⁻1 എന്ന് പറയുന്നത് സൈക്കിൾസ് പെർ സെക്കൻഡ് എന്ന് പറയും. ഒരു സെക്കൻഡിലൂടെ കംപ്ലീറ്റ് ചെയ്യുന്ന സൈക്കിളുകളുടെ എണ്ണം എന്നുള്ള അർത്ഥത്തിലും നമ്മൾ (10⁻⁻1) എന്ന് കൊടുക്കാറുണ്ട്. അപ്പൊ ഹെഡ്സ് മനസ്സിലാക്കണം. അപ്പൊ ഫ്രീക്വൻസിയുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് ഹെഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമുക്ക് (10⁻⁻1) എന്ന് റീപ്ലേസ് ചെയ്യാം. സൈക്കിൾസ് പെർ സെക്കൻഡ് എന്നാണ് S⁻⁻1 എന്നതിന്റെ മീനിങ്. അപ്പൊ മനസ്സിലാക്കണം. ചില പ്രോബ്ലങ്ങളിൽ കിലോ ഹെഡ്സിലും പറയാറുണ്ട്. അപ്പൊ മനസ്സിലാക്കണം 10⁻³ ഹെഡ്സ് അതിനെയാണ് 1 കിലോ ഹെഡ്സ് KHZ എന്ന് പറയുന്നത്. അതും നമ്മൾ പ്രോബ്ലങ്ങളിൽ മനസ്സിലാക്കണം. 10⁻³ എന്ന് പറഞ്ഞാൽ 1000 ഹെഡ്സിനെയാണ് 1 കിലോ ഹെഡ്സ് എന്ന് പറയുന്നത്. ഏത് യൂണിറ്റിലാണോ പ്രോബ്ലം വരുന്നത് അതനുസരിച്ച് നമ്മൾ കൺവേർട്ട് ചെയ്യുക. അപ്പൊ ഹെഡ്സ് ഈസ് ദ യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി. ഹെഡ്സ് ഈസ് (10⁻⁻1) സൈക്കിൾസ് പെർ സെക്കൻഡ് എന്ന് പറയും. ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് വേവ്സ് പാസിംഗ് ത്രൂ എ പോയിന്റ് ഇൻ 1 സെക്കൻഡ്. അപ്പൊ ഇത്രയും വളരെ പ്രധാനപ്പെട്ട അടുത്ത ക്വാണ്ടിറ്റിയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കേസാണ് വേവ് മോഷനുമായിട്ട് ബന്ധപ്പെട്ട് മൂന്നാമത് മറ്റൊരു കേസ് നമ്മൾ മനസ്സിലായിരിക്കണം. ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടന്റ് കേസ്. ദാറ്റ് ഈസ് മൂന്നാമത്തെ ടേമാണ് വേവ് നമ്പർ.
ദാറ്റ് ഈസ് വേവ് നമ്പർ. അപ്പൊ നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്ന അടുത്തൊരു കേസാണ് വേവ് നമ്പർ എന്ന് പറയുന്നത്. അപ്പം മൂന്നാമത് വേവ് മോഷനുമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലങ്ങളിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് വേവ് നമ്പർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ ഫ്രീക്വൻസിക്ക് ന്യൂ എന്ന് പറഞ്ഞൊരു ലെറ്റർ ആണ് കൊടുത്തത്. അതിന്റെ മേളിൽ നമ്മളൊരു വര ഇടുന്നു, ഇങ്ങനെ ന്യൂ ഇട്ടിട്ട് മേളിലൊരു വര. ഇതിനെ വായിക്കുന്ന ന്യൂ ബാർ എന്നാണ്. ന്യൂ ബാർ എന്നാണ് വായിക്കുന്നത്. ന്യൂ ഇട്ടിട്ട് മേളിലൊരു വര, ഇതിനാണ് ന്യൂ ബാർ എന്ന് വായിക്കുന്നത്. അപ്പൊ വേവ് നമ്പർ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയുടെ അല്ലെ ആ പാരാമീറ്ററിന്റെ റെപ്രസെന്റേഷൻ ആണ് ന്യൂ ബാർ. വളരെ സിമ്പിൾ, ഒന്നുമില്ല. ഈ ന്യൂ ബാർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ന്യൂ ബാർ ഈക്വൽ ടു 1/λ. ഇതാണ് എക്സ്പ്രഷൻ. ന്യൂ ബാർ ഈക്വൽ ടു 1/λ, അതായത് റെസിപ്രോക്കൽ ഓഫ് വേവ് ലെങ്ത്. വളരെ സിമ്പിൾ ആണ്. വേവ് ലെങ്ത് നമുക്കറിയാമെങ്കിൽ വേവ് നമ്പർ കണ്ടുപിടിക്കുക ഒരു പ്രയാസമില്ല. നമുക്കിപ്പം എന്താണ് 5 ആണ് വേവ് ലെങ്ത് എന്നിരിക്കട്ടെ. അപ്പൊ 1/5 ആണ് വേവ് നമ്പർ എന്ന് പറയുന്നത്. വേവ് നമ്പറും വേവ് ലെങ്തും തമ്മിൽ ഇൻവേഴ്സ്ലി ആയിട്ടാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്. അപ്പൊ ന്യൂ ബാർ ഈക്വൽ ടു 1/λ. സോ റെസിപ്രോക്കൽ ഓഫ് വേവ് ലെങ്തിനെയാണ്, വേവ് ലെങ്തിന്റെ വിൽക്രമം അല്ലെങ്കിൽ റെസിപ്രോക്കൽ, അതിനെയാണ് നമ്മൾ വേവ് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ന്യൂ ബാർ ഈക്വൽ ടു 1/λ എന്ന് എടുക്കാം. അപ്പൊ നോക്കേ, ഈ ന്യൂ ബാർ ലാംഡയുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് മീറ്റർ ആണ്. അതുകൊണ്ട് ന്യൂ ബാറിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് m/-1 എന്ന് വേണമെങ്കിൽ പറയാം. പ്രാക്ടിക്കൽ പർപ്പസിന് നമ്മൾ cm/-1 ഉപയോഗിക്കാറുണ്ട്. അപ്പൊ പ്രോബ്ലങ്ങളിൽ അത് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ മനസ്സിലാക്കണം, വേവ് നമ്പർ ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് വേവ് ലെങ്ത്. വേവ് നമ്പർ ന്യൂ ബാർ ഈക്വൽ ടു 1/λ. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഇത് മൂന്നുമാണ് നോർമലി ഈ 3 പാരാമീറ്റേഴ്സ്, വേവ് ലെങ്ത്, ഫ്രീക്വൻസി, വേവ് നമ്പർ, ഈ 3 പാരാമീറ്റേഴ്സുമാണ് നമ്മൾ കെമിസ്ട്രിയിൽ നോർമലി വേവ് മോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇവരെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഇക്വേഷൻ വരുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയ ആണ്. അപ്പൊ പ്രോബ്ലങ്ങളിലൊക്കെ നമ്മൾ അത് ഉപയോഗിക്കാറുണ്ട്. അവരുടെ യൂണിറ്റുകളും കാര്യങ്ങളും മനസ്സിലാക്കണം. അതുപോലെ വേവ് മോഷനുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ടൈമാണ് ഒരു വേവിന്റെ വെലോസിറ്റി. അതുപോലെ തന്നെ എന്താണ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. ആംപ്ലിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീൻ പൊസിഷനിൽ നിന്ന് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫിസിക്സ് പഠിക്കുന്നതാണ്. നമുക്ക് അതൊന്നും ഇപ്പൊ ആവശ്യമില്ല. നമ്മൾ ഈ 3 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. ന്യൂ ബാർ cm/-1 എന്ന് പറഞ്ഞാൽ അതിന്റെ കോമൺ യൂണിറ്റ് ആയിട്ട് പറയാം. സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് m/-1 എന്ന് നമുക്ക് വേവ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാം. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ആൻഡ് ദാറ്റ് ഈസ് യു ഹാവ് ടു ബൈ ഹാർട്ട്. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിരിക്കേണ്ട ടോപ്പിക്കാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പൊ ഇതിനകത്ത് ഇനി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കേസ്, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി. വേവ് ലെങ്തും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? അങ്ങനെ ഒരു റിലേഷൻ കണ്ടെത്തി നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. നമ്മൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആൻഡ് ഇറ്റ് ഈസ് അനദർ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് റിഗാർഡിംഗ് യുവർ പ്രോബ്ലം. നിങ്ങളുടെ പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ന്യൂ ഫ്രീക്വൻസി പ്രൊപ്പോർഷണൽ ടു 1/λ എന്ന് പറഞ്ഞാൽ ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത് ഫ്രീക്വൻസി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇത് നമുക്ക് ഒരു ചെറിയ കേസ് ഇവിടെ ചെയ്യാം. നമുക്കറിയാം പ്രൊപ്പോർഷണാലിറ്റി സൈനെ മാറ്റാൻ വേണ്ടി മാത്തമാറ്റിക്സിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ആണ്, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമ്മൾ ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ന്യൂ ഈക്വൽ ടു c/λ എന്ന് പറഞ്ഞ ഇക്വേഷനിലേക്ക് അത് മാറുന്നു. ന്യൂ ഈക്വൽ ടു c/λ. ന്യൂ ഈക്വൽ ടു c/λ എന്ന് പറഞ്ഞാൽ c എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വെലോസിറ്റി ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ വെലോസിറ്റി ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 3 × 10⁻⁸ മീറ്റർ/സെക്കൻഡ് ആണ് അതിന്റെ വാല്യൂ. അപ്പൊ ന്യൂ ഈക്വൽ ടു c/λ ആണ്. അപ്പം c ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. സോ ഇറ്റ് ഈസ് അനദർ ഇമ്പോർട്ടന്റ് വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. ന്യൂ ഈക്വൽ ടു c/λ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതാണ് ദിസ് ഈസ് ദ ഇക്വേഷൻ കണക്ടിങ് ലാംഡ, വെലോസിറ്റി ഓഫ് ലൈറ്റ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് എ റേഡിയേഷൻ. ഒരു റേഡിയേഷന്റെ ഫ്രീക്വൻസിയും ലാംഡയും ലൈറ്റിന്റെ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആണ് ന്യൂ ഈക്വൽ ടു c/λ. ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഡേറ്റയാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം 1/λ നമുക്കറിയാം ന്യൂ ബാർ ആണ്. ആ ഫോർമാറ്റിലും ഈ ഇക്വേഷൻ എഴുതാറുണ്ട്. സോ വി ക്യാൻ റൈറ്റ് ദിസ് ഇക്വേഷൻ ആസ് ന്യൂ ഈക്വൽ ടു c × 1/λ വരെ ന്യൂ ബാർ എന്നും കൊടുക്കാറുണ്ട്. സോ ദിസ് ഈസ് അനദർ ഇക്വേഷൻ. അപ്പം നമ്മൾ ഫ്രീക്വൻസി ഈക്വൽ ടു ലൈറ്റിന്റെ വെലോസിറ്റി ഇൻറ്റു വേവ് നമ്പർ എന്നും കൊടുക്കാം. കാരണം വേവ് നമ്പർ എന്ന് പറഞ്ഞാൽ 1/λ ആണ്. സോ ഇതാണ് ഏറ്റവും ബേസിക് ഇക്വേഷൻ. അതിൽ നിന്ന് മനസ്സിലാക്കാം ഫ്രീക്വൻസിയും ഒരു റേഡിയേഷന്റെ ഫ്രീക്വൻസിയും വേവ് ലെങ്ത് തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഫ്രീക്വൻസി കൂടുമ്പോൾ വേവ് ലെങ്ത് കുറയുന്നു. അതാണ് ഇതിന്റെ അർത്ഥം. ഫ്രീക്വൻസി കൂടുമ്പോൾ വേവ് ലെങ്ത് കുറയുന്നു. പ്രൊപ്പോർഷണാലിറ്റി സൈനെ മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. c എന്ന് പറഞ്ഞ ലൈറ്റിന്റെ വെലോസിറ്റി ആണ്, അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ന്യൂ ഈക്വൽ ടു c/λ എന്ന് കിട്ടുന്നു. 1/λ നമ്മൾ ന്യൂ ബാർ എന്ന് കൊടുക്കുന്നു. അതിനെയാണ് വേവ് നമ്പർ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ സിറ്റുവേഷൻ. സോ ദിസ് ഇക്വേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് ഫോർ യുവർ ഫൈനൽ എക്സാമിനേഷൻ. നമുക്ക് ഫൈനൽ എക്സാമിനേഷനും എൻട്രൻസ് എക്സാമിനേഷനും ഒക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡേറ്റയാണ് ഇത് മനസ്സിലാക്കുന്നത്. സോ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ് മോഷൻ പറയുന്നു. നമ്മൾ ഈ ചർച്ചകളൊക്കെ നടത്തുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അല്ലെങ്കിൽ വേവ്സ് എന്നുള്ളത് അവർക്ക് വേവിലേക്ക് പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ പറയുന്ന എക്സ്റേക്കും
അൾട്രാവയലറ്റ് റേഡിയേഷനും ഇൻഫ്രാറെഡ് റേഡിയേഷനും വിസിബിൾ റേഡിയേഷനും ഒക്കെ നമുക്ക് ഇതെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ വേവ്സ് ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. വേവ് മോഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എനർജിയും ഫ്രീക്വൻസിയും വേവ് ലെങ്തും എല്ലാം നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയും പറയാൻ പറ്റും. സോ ദീസ് ആർ വെരി ഇമ്പോർട്ടന്റ്. റിമെമ്പർ ഓൾവേസ് ദിസ് ഇക്വേഷൻ nu equal to c by lambda, or we can write nu equal to c into nu bar. ഇങ്ങനെയും നമുക്ക് എഴുതി വെക്കാൻ പറ്റും. അപ്പൊ ആ ഒരു കേസ് മനസ്സിലാക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക, പഠിക്കുക. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഈ കേസുകളൊക്കെ. ഇനി നമ്മൾ ഇവിടെ ജെയിംസ് മാക്സ്വെൽ പ്രപ്പോസ് ചെയ്ത മറ്റൊരു കേസിലേക്ക് പോവാണ്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞ ഡിവിഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഡിസ്കഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, അതുമായിട്ട് ബന്ധപ്പെട്ട 1-2 എക്സാമ്പിൾസും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി മുമ്പോട്ട് പോകാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മളുടെ ജെയിംസ് മാക്സ്വെൽ പ്രപ്പോസ് ചെയ്ത ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തെ കുറിച്ചാണ്. അപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്താണെന്ന് മനസ്സിലാക്കണം. എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം? അതൊരു അറേഞ്ച്മെന്റ് ആണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, നമുക്കറിയാവുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുകളെ അവരുടെ ഫ്രീക്വൻസിയുടെ ഇൻക്രീസിങ് ഓർഡറിലോ അല്ലെങ്കിൽ ലാംഡ വേവ് ലെങ്തിന്റെ ഇൻക്രീസിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡറിലോ എന്തോ ആയാലും നമുക്ക് കുഴപ്പമില്ല. ഫ്രീക്വൻസി അല്ലെങ്കിൽ ഈ പറയുന്ന വേവ് ലെങ്ത്, അപ്പൊ വേവ് ലെങ്തിന്റെയോ ഫ്രീക്വൻസിയുടെ ഇൻക്രീസിങ് ഓർഡറിലോ ഡിക്രീസിങ് ഓർഡറിലോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ നമ്മളൊരു ചാർട്ടായിട്ട് ക്രമീകരിച്ച് വെക്കുകയാണെങ്കിൽ ആ കിട്ടുന്ന ആ ഒരു അറേഞ്ച്മെന്റ് അതിനെയാണ് ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ആ ഒരു അറേഞ്ച്മെന്റിനെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ബൈ മാക്സ്വെൽ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് അത് പ്രപ്പോസ് ചെയ്തത്. സോ വി ക്യാൻ കോൾ ദ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ആസ് മാക്സ്വെൽസ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. അങ്ങനെയൊക്കെ പറയാം നമുക്ക്. മാക്സ്വെല്ലിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്നൊക്കെ പറയാം. അയാൾ പ്രപ്പോസ് ചെയ്തതുകൊണ്ട് അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. സോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഈസ് ദ അറേഞ്ച്മെന്റ് ഓഫ് all the available electromagnetic radiations in the increasing order of their wavelength അല്ലെങ്കിൽ decreasing order of frequency. വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി കുറയുന്നു. ഇനി ഫ്രീക്വൻസി കൂടുന്നു എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് കുറയുന്നു. കാരണം നമുക്കറിയാം ഫ്രീക്വൻസിയും വേവ് ലെങ്തും ഇൻവേഴ്സ്ലി പ്രപ്പോർഷനിലാണ്. മനസ്സിലാക്കണം, പഠിക്കണം, മുമ്പോട്ട് പോകണം. അപ്പൊ നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലേക്ക് വരാം. സോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഈസ് ദ അറേഞ്ച്മെന്റ് ഓഫ് all the available electromagnetic radiations in the increasing order of wavelength. തൽക്കാലത്തിന് നമുക്ക് വേവ് ലെങ്തിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ പഠിക്കാം. അപ്പൊ ഉദാഹരണമായിട്ട് നോക്കുമ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലേക്ക് വരുമ്പോൾ ആദ്യം നമുക്ക് NCERT ടെക്സ്റ്റിൽ ആദ്യം തന്നെ ഗാമ റൈസിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഗാമ റൈസ്, ഗാമ റൈസിന് ശേഷം കുറച്ചും കൂടെ വേവ് ലെങ്ത് കൂടുതലാണ് എക്സ്റേ എന്ന് പറയുന്നത്. എക്സ്റേസ് എന്ന് പറയുന്നത്. പിന്നെ അൾട്രാവയലറ്റ് ആണ്, UV റേഡിയേഷൻസ് ആണ്, അൾട്രാവയലറ്റ് റേഡിയേഷൻസ് ആണ്. ദെൻ നമുക്ക് പരിചയമുള്ള വിസിബിൾ റേഡിയേഷൻ, വിസിബിൾ ലൈറ്റ്. അപ്പം അൾട്രാവയലറ്റ് റേഡിയേഷനെ കാട്ടി വേവ് ലെങ്ത് കൂടുതലാണ് വിസിബിൾ ലൈറ്റ്. ഇനി ഇൻഫ്രാറെഡ് ആണ്, IR റേഡിയേഷൻ ആണ്, ഇൻഫ്രാറെഡ് റീജിയൻ ആണ് അടുത്തത് പോകുന്നത്. ഇനി മൈക്രോവേവ്സും റേഡിയോ വേവ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ലാംഡ അല്ലെങ്കിൽ വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ദിസ് ഈസ് ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഓൾ ദ അവൈലബിൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഓക്കെ, അതാണ് നമുക്ക് ഇൻക്രീസിംഗ് ഓർഡർ ആണ്, വേവ് ലെങ്തിന്റെ ഇൻക്രീസിംഗ് ഓർഡർ ആണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഗാമ റൈസ്, എക്സ്റേസ്, UV റേഡിയേഷൻ, വിസിബിൾ റേഡിയേഷൻ, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്സ്, റേഡിയോ വേവ്സ്. അപ്പൊ നമ്മൾ ഈ ചാർട്ട് നോക്കുമ്പോൾ റേഡിയോ വേവ്സിന് മാക്സിമം ലാംഡ എന്ന് കാണാൻ പറ്റും. അപ്പൊ ലാംഡ ഈ എഴുതി വെച്ചിരിക്കുന്ന ചാർട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള NCERT ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ ഇവിടെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. റേഡിയോ വേവ്സിന് ഈ ചാർട്ട് പ്രകാരം ലാംഡ വേവ് ലെങ്ത് കൂടുതലാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഗാമ റൈസിന് വേവ് ലെങ്ത് കുറവാണെന്ന്. ഇനി തിരിച്ചു പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ ടേംസിൽ പറഞ്ഞാലോ റേഡിയോ വേവ്സിന് ലാംഡ അല്ലെങ്കിൽ വേവ് ലെങ്ത് മാക്സിമം ആണ്, അപ്പൊ ഫ്രീക്വൻസി മിനിമം ആയിരിക്കും. അപ്പൊ റേഡിയോ വേവ്സിന് ഫ്രീക്വൻസി കുറവായിരിക്കും. അപ്പൊ ഗാമ റൈസിന് ഫ്രീക്വൻസി ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ ഫ്രീക്വൻസിയും വേവ് ലെങ്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് അങ്ങനെ വരുന്നത്. ഇനി നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് വിസിബിൾ ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ വേവ് ലെങ്ത് പാരാമീറ്റർ നമ്മൾ ഓർത്തിരിക്കണം. വിസിബിൾ ലൈറ്റ് നമുക്കറിയാം വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ആ ഒരു ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്. വയലറ്റിൽ സ്റ്റാർട്ട് ചെയ്ത് റെഡിലേക്ക് വരുന്നു. അപ്പൊ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ വേവ് ലെങ്ത് കൂടുന്നു എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വയലറ്റിനെക്കാട്ടിൽ ഒരുപാട് വേവ് ലെങ്ത് കൂടുതലാണ് റെഡ് ലൈറ്റിന് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് ഇങ്ങനെ മനസ്സിലാക്കാം. ഏകദേശം ഒരു 400 to 750 നാനോമീറ്റർ മനസ്സിലാക്കണം. 400 to 750 നാനോമീറ്ററിലാണ് ഞാൻ ഈ വേവ് ലെങ്ത് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഒരു വിസിബിൾ
ലൈറ്റിന്റെ സ്പെക്ട്രത്തിന്റെ ഒരു റേഞ്ച് ആണ് പറഞ്ഞത്. 400 നാനോമീറ്റർ മുതൽ 750, ഏകദേശം 750, ഒരു 800 അടുപ്പിച്ച് വരും. ഒരു 750 നാനോമീറ്റർ വരെയാണ് വിസിബിൾ സ്പെക്ട്രത്തിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. അതിന്റെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് ആണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ വയലറ്റ് വരുമ്പോഴത്തേന് ഏകദേശം ഒരു 400 നാനോമീറ്ററും റെഡ് വരുമ്പോഴത്തേന് ഒരു 750, 800 റേഞ്ചിലേക്ക് നാനോമീറ്ററിലേക്ക് നമുക്ക് പറയാൻ പറ്റും. സോ ദിസ് ഈസ് ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഓൾ ദ അവൈലബിൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് in terms of wavelength. വേവ്ലെങ്തിന്റെ ടേംസിലുള്ള ഇൻക്രീസിംഗ് ഓർഡർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ കിട്ടുന്ന ഈ സീക്വൻസിനെ, ഈ ഒരു അറേഞ്ച്മെന്റിനെയാണ് ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ മാക്സ്വെൽ. ഓക്കെ.